മെക്കഡോമിയ കർഷകന് ഭയമുണ്ടാവില്ല. വിളവെടുപ്പ് കഴിഞ്ഞാൽ അടയ്ക്ക എങ്ങനെയാണോ നമ്മൾ വീട്ടിൽ സൂക്ഷിക്കുന്നത്, കറുകപ്പെട്ട നമ്മൾ എങ്ങനെ വീട്ടിൽ സൂക്ഷിക്കുന്നുവോ, റെഡ് ചില്ലി സൂക്ഷിക്കുന്നത് പോലെ, അതുപോലെ മെക്കഡോമിയും വീട്ടിൽ സൂക്ഷിക്കുക. വെള്ളം ഒരു പ്രാവശ്യം ഒഴിച്ചില്ലെങ്കിലും വളരും, 15 ദിവസം ഒഴിച്ചില്ലെങ്കിലും വളരും. സാർ ഇത് കഷ്ടപ്പെട്ട് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ കാര്യം എന്താണെന്നാൽ ജോലിക്കാർ വേണ്ട, മരുന്ന് തളിക്കേണ്ട ആവശ്യമില്ല. മറ്റു കൃഷിക്ക് മരുന്നടിച്ചാലേ കായ്ഫലം കിട്ടുകയുള്ളൂ, ഇല്ലെങ്കിൽ അതിലൊന്നും ഉണ്ടാവില്ല. ചില കർഷകർക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല. അവരാലോചിക്കുന്നത് മെക്കഡോമിയയോ, അതിൽ വിത്തുണ്ട്, അത് അങ്ങനെ തന്നെ നടാവുന്നു. അതെങ്ങനെ പറ്റും? ഇത് ശരിയല്ല. ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ളതും ഗുണമേന്മയേറിയതും ഭക്ഷ്യയോഗ്യവുമായ പരിപ്പുകളിലൊന്നാണ് മക്കഡാമിയ. മിനറൽസ്, ആന്റി ഓക്സിഡന്റ്സ് എല്ലാം അടങ്ങിയ മികച്ചൊരു കലവറയാണിത്. ആരോഗ്യകരമായ കൊഴുപ്പുകളുടെ നല്ലൊരു സ്രോതസ്സാണിത്. നിങ്ങളുടേതായി ഒരു മക്കാഡാമിയ തൈ നട്ടുകൊണ്ട് ഒരു ഫാം എങ്ങനെ ആരംഭിക്കാമെന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നിങ്ങളൊരു മക്കാഡാമിയ ഫാമിംഗ് കോഴ്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിന് നിങ്ങളെ ഫ്രീഡം ആപ്പ് സഹായിക്കുന്നു. ഞങ്ങളുടെ മെന്റർ മഞ്ജുനാഥിൽ നിന്ന് ലാഭകരമായി ഒരു മക്കാഡാമിയ ബിസിനസ് എങ്ങനെ ആരംഭിക്കാമെന്ന് നമുക്ക് നോക്കാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സാർ, മെക്കഡോമിയനെ നോക്കിയാ 13 മുതൽ 15 വരെ വെറൈറ്റികൾ. അതെ, 15 വെറൈറ്റികളുണ്ട്. ആ വെറൈറ്റികൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, സ്പെഷ്യൽ വെറൈറ്റി. ഇപ്പൊ സർക്കാരും മെക്കഡോമിയയിൽ ഒരു വെറൈറ്റി ഇറക്കിയിട്ടുണ്ട്. അതിപ്പോ കുറച്ചു മാത്രമേ വന്നിട്ടുള്ളൂ. ഇപ്പോ കർണാടകയെ വെച്ച് നോക്കുമ്പോൾ ചില വെറൈറ്റീസ് എല്ലാം കറവലിയിൽ തന്നെ ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് സാർ. എന്തുകൊണ്ട് ഇവിടെ വരുന്നില്ല? ഇക്കാര്യം നമ്മൾ നന്നായിട്ട് ചിന്തിക്കേണ്ട വിഷയമാണ്. കുറച്ച് മോഡിഫൈ ആവും, എല്ലാം അങ്ങനെ തന്നെയാ. ഇത് സർക്കാർ ഇങ്ങനെ പുതിയതായി കണ്ടുപിടിച്ചുകൊണ്ടേയിരിക്കും. കർഷകർക്ക് യാതൊരു സ്വാധീനവും ഇല്ല. ഇത് ഈ ടെമ്പറേച്ചറിൽ വളരുമോ, അല്ലെങ്കിൽ ഇതിൽ വല്ല വ്യത്യാസം വരുത്തേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ നോക്കേണ്ടതുണ്ട്. ഈ വെറൈറ്റീസിൽ വ്യത്യാസമില്ല. പിന്നെ മറ്റൊരു കാര്യം എന്തെന്നാൽ, ഇതൊരു ഫുഡ് ചെയിൻ ആണ്. ഇത് വളർത്താൻ പറ്റുമോ? മുമ്പായിരുന്നെങ്കിൽ 1 കിലോ തക്കാളി 10-30 വളരും, മൊത്തം 6-7 കിലോ വരും. അതുപോലെയാണ് എല്ലാം. ഇപ്പോ അങ്ങനെയൊക്കെ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുക. മെക്കഡോമിയയും അതുപോലെ തന്നെയാണ്. എന്നെ സംബന്ധിച്ച് മെക്കഡോമിയ ഇല്ലേ, കർണാടകയിൽ 816 നന്നായിട്ട് 816 വെറൈറ്റി വളരെ നല്ലതാണ്. പിന്നൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇതിന്റെ പൂവ് വളരെ വലുതാണ്. അതായത് 1 അടി എന്ന് നമ്മൾ പറയില്ലേ, ഇത് 1 അടിക്ക് മേലെ വളരും. 1 അടിയോ? അതെ, ഒരു പൂവിന് 1 അടി നീളം ഉണ്ടാവും. മെക്കഡോമിയ പൂവുണ്ട്, നിക്കേ ഞാൻ കാണിച്ചു തരാം. അത് 1 അടി വരും. വേറെ വെറൈറ്റിയിലാണെങ്കിൽ 3 ഇഞ്ച് വരും. 3 ഇഞ്ച് വരും? അതെ, 3 അല്ലെങ്കിൽ 4 ഇഞ്ച് വളരും. അപ്പൊ പിന്നെ എക്സ്ട്രാ ചാർജ് കുറയും. കർഷകർക്ക് അങ്ങനെ കിട്ടുന്നതാണ് ലാഭം. എക്സ്ട്രാ ചാർജ് കുറയുമ്പോൾ നമ്മൾ ഏത് വെറൈറ്റിയാ വാങ്ങിക്കേണ്ടത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അത് നോക്കി വ്യവസായം ചെയ്യണം സാർ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലേ? പ്രധാനപ്പെട്ട കാര്യമാണ് സാർ. ഒരുപക്ഷെ നമ്മൾ ചെറിയത് വാങ്ങിച്ചോളാം, അതിന് ചാർജസ് പറഞ്ഞത് ശരിയാണ്. ഇപ്പോ നമ്മൾ മാങ്ങ വാങ്ങണമെങ്കിൽ നമുക്ക് ലാഭം കിട്ടുമെങ്കിൽ അത് തന്നെ വ്യവസായം ചെയ്യണം. നീല മാങ്ങയ്ക്ക് 2 രൂപയാണ് കിലോ. അപ്പൊ മൽഗോ നോക്കുകയാണെങ്കിൽ കിലോയ്ക്ക് 30-40 രൂപയ്ക്ക് വരും. രണ്ടും മാങ്ങയാണ്, ഞാൻ ഇല്ലെന്ന് പറയുന്നില്ല. അതായത് നീലമാവട്ടെ, തോത്താപ്പുരി ആവട്ടെ, ബദാം ആവട്ടെ, അവയെ നമ്മൾ എങ്ങനെയൊക്കെ പരിപാലിക്കുന്നോ അങ്ങനെയാണ് മെക്കഡോമിയയും. നിങ്ങൾ കുറച്ച് അറിവുള്ള വ്യവസായിയാണെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കൂ. അവ ഏതൊക്കെ തരത്തിലുണ്ട്, ഏതൊക്കെ ടെമ്പറേച്ചറിൽ അവയൊക്കെ വളരും, അതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ടുണ്ടാവും. അത് വെച്ച് നമ്മുടെ മണ്ണിന് അനുയോജ്യമായത് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റും. ചില കർഷകർക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയില്ല. അവരാലോചിക്കുന്നത് മെക്കഡോമിയയോ, അതിൽ വിത്തുണ്ട്, അത് അങ്ങനെ തന്നെ നടാവുന്നു. അതെങ്ങനെ പറ്റും? ഇത് ശരിയല്ല. വാഴപ്പഴത്തിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ അതിൽ എത്ര വെറൈറ്റീസ് ഉണ്ട്? വെറൈറ്റി ഉണ്ട്. നേന്ത്രപ്പഴം, പിന്നെ ചുവന്ന പഴം, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടല്ലോ. പിന്നെ അതിനെക്കുറിച്ച് 100 വർഷം നിന്ന് വളരുന്നത് കൊണ്ട് ആദ്യം ചെയ്യുന്ന ഒരു കർഷകനാണെങ്കിൽ പോലും അതിന്റെ ഇത് കണ്ടെത്താൻ പറ്റും. പക്ഷെ ഇത് അങ്ങനെയല്ല, ഇത് വേറെയാണ്. എന്നാൽ നമ്മുടെ കർഷകരിൽ ആരെങ്കിലും ഇത് എന്നെങ്കിലും കണ്ടുപിടിക്കും. അതെ സാർ, തീർച്ചയായിട്ടും. അതെ സാർ, അങ്ങനെ ചെയ്താലേ സാർ നമുക്ക് അറിയുള്ളൂ. 100%. പിന്നെ നമ്മൾ ഡബിൾ ആവുമെന്ന് പറഞ്ഞ് സംസാരിച്ചോണ്ടിരുന്നു. ഇപ്പൊ നിങ്ങൾ ചെയ്ത പോലെ തന്നെ പുതിയതായിട്ട് സ്റ്റഡി ചെയ്ത് റിസർച്ച് ചെയ്ത് എന്തെങ്കിലും ഒന്ന് ചെയ്തല്ലേ സാർ കറക്റ്റ് ആയിട്ട്? ഇതൊരു പുതിയ വിളയായതുകൊണ്ട് വന്ന് ഇത് വാങ്ങിക്കൊണ്ടുപോയി വ്യവസായം ചെയ്യാനായിട്ട് ഞാൻ പറയില്ല. ഞാൻ അവരോട് പറയും, ഒന്ന് നിങ്ങൾ വില നോക്കണം. എന്തുകൊണ്ടെന്നാൽ കർഷകർ ഒരിക്കലും വഞ്ചിതരാകരുത്. അതുകൊണ്ട് അതിന്ന് ഒരെണ്ണം നട്ടാൽ മതി. എന്തിന് ലാഭം എടുക്കാൻ പറ്റുമെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കി എടുക്കണം. ഇത് നിങ്ങളുടെ നിലത്തിൽ വളരുമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. അത് കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾക്കത് തുടരാവുന്നതാണ്. ആ പറഞ്ഞത് എന്തായാലും വളരെ വളരെ ശരിയാണ് സാർ. അല്ലെങ്കിൽ എല്ലാവരും വന്ന് മെക്കഡോമിയ ഫാമിംഗ് ചെയ്തു തുടങ്ങിയ പിന്നെ വിത്ത് കഴിഞ്ഞാലും പണക്കാരനാണ്. കറക്റ്റ് ആണ്. മക്കാഡാമിയ ഫാം എന്ന കോഴ്സിലെ മക്കാഡാമിയ വിത്തുകളുടെയും മക്കാഡാമിയ വിത്തുകളുടെ തലങ്ങളും അതുപോലെ തന്നെ ശരിയായ തിരഞ്ഞെടുപ്പും എങ്ങനെയെന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കണ്ടത്. വിദേശ ഇനത്തിൽപ്പെട്ട ഈ ഒരു തൈ നടുമ്പോൾ ശരിയായ വിത്തുകൾ തിരഞ്ഞെടുക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഈ കൃഷിരീതിയെ കുറിച്ച് ശരിയായി പഠിച്ചതിന് ശേഷം മാത്രമേ ഇത് ആരംഭിക്കാൻ പാടുള്ളൂ. മക്കാഡാമിയ ഫാമിംഗ് കൃഷിയെ കുറിച്ചുള്ള A to Z കാര്യങ്ങൾ അടങ്ങിയ കോഴ്സ് ഇപ്പോൾ ഫ്രീഡം ആപ്പിൽ അവൈലബിൾ ആണ്. ഇതുവരെ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ പോയി ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യും. നമുക്ക് വീഡിയോയുടെ ബാക്കി ഭാഗത്തിലേക്ക് കടക്കാം.
കർഷകർ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണിത്. മഞ്ജുനാഥ് സാർ പറഞ്ഞെന്താണെന്ന് വെച്ചാൽ മെക്കഡമിയയിൽ ഏകദേശം 15-16 വകകളുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞില്ലേ. സോ അങ്ങനെ നോക്കിയാൽ നമ്മുടെ സ്റ്റേറ്റിനും പിന്നെ നമ്മുടെ നാട്ടിനും ഏതൊക്കെ വക സെറ്റാവെന്നാണ് സാറ് വിചാരിക്കുന്നത്? സാറേ 816 എന്നൊരു വെറൈറ്റി ഉണ്ട്. അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ അറിയാൻ പറ്റും. ഇപ്പൊ ആ വെറൈറ്റി ഉണ്ടല്ലോ, അത് ഏകദേശം 35-40 ടെമ്പറേച്ചറിൽ വളരും. ഇവിടെ 35 ടെമ്പറേച്ചറാ. മാത്രമല്ല 40 ഡിഗ്രി ചൂടുണ്ടെങ്കിൽ പോലും ഇതിന് ഒന്നും സംഭവിക്കില്ല. ഒരു ഇല പോലും വാടില്ല. അതുകൊണ്ട് 40 ഡിഗ്രിയിൽ ഇത് ഉണങ്ങില്ല എന്നത് തീർച്ച. ഇവിടെ ഏതെങ്കിലും ഇല ഉണങ്ങിയതായി കണ്ടോ? ഒരെണ്ണത്തിൽ പോലും ഇല്ല. ഒരു പൊട്ട് പോലും ഇല്ല. പിന്നൊരു കാര്യം, ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് ദിവസമായി. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ഈ മണ്ണിന്റെ കളർ കണ്ടാൽ തന്നെ മനസ്സിലാവുമല്ലോ ഇതിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരുപാട് നാളുകളായെന്ന്. പക്ഷേ ഇത് ഒരു തൈക്ക് പോലും തളർച്ച സംഭവിച്ചിട്ടില്ല. കണ്ടല്ലോ, ഒന്നുപോലും തളർന്നിട്ടേ ഇല്ല. ഇലയ്ക്ക് പോലും ഒന്നും സംഭവിച്ചിട്ടില്ല. കണ്ടല്ലോ. പിന്നെ ചില ചെടികൾ നിങ്ങൾ കണ്ടാൽ 2 ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ പോലും അത് കുഴഞ്ഞു വീഴും. അത് കണ്ടാൽ തന്നെ അറിയാം അതിന്റെ ആരോഗ്യം ക്ഷയിച്ചു പോയെന്ന്. നോക്ക് ഇതിന് എന്തുമാത്രം എനർജി ഉണ്ടെന്ന്. ഇതാണ് സാർ വ്യത്യാസം. സാർ ഇപ്പൊ വെറൈറ്റീസിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നതിന് മുൻപ് നിങ്ങളടുത്ത് എത്ര തരത്തിലുള്ള മെക്കഡമി ഉണ്ടെന്ന് ഒന്ന് പറയാൻ പറ്റുമോ? സാറേ എന്റെ കയ്യിൽ ഒരു 3 വെറൈറ്റീസ് ഉണ്ട്. 3 വെറൈറ്റീസ്? അതെ, 3 വെറൈറ്റീസ്. 714 എന്നുണ്ട്, A4 എന്ന് വെറൈറ്റി ഉണ്ട്, പിന്നെ 816 നിങ്ങൾ കണ്ടല്ലോ. 3 വെറൈറ്റി നമ്മുടെ കയ്യിലുണ്ട്. നിങ്ങൾ കണ്ടതിൽ A81 വളരെ ബെസ്റ്റ് ആണ്. നല്ലതാണ്. ഓക്കെ വളരെ ഓക്കെ ഓക്കെ. നല്ലതാണ്. നമ്മുടെ നാട്ടിൽ ഇത് നമ്മുടെ എല്ലായിടത്തും നാട്ടിൽ എവിടെ എവിടെ വെച്ചാലും വെച്ചാലും നന്നായിട്ട് നന്നായിട്ട് വളരുമല്ലേ? സാർ ഇപ്പൊ 3 ടൈപ്പ് ഓഫ് മെക്കഡമിനെ കുറിച്ച് പറഞ്ഞു. സോ ഇപ്പൊ സാധാരണ ഒരു കർഷകൻ നാളെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു പറഞ്ഞിട്ട് പുറപ്പെട്ട് പോവുകയാണെങ്കിൽ ഇത് ഐഡന്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാ? സാർ എങ്ങനെ ഐഡന്റിഫൈ ചെയ്തു? സാർ അത് കണ്ടെത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യം നമ്മൾ നോക്കേണ്ടത് അതിന്റെ ഇലയാണ്. ഇലയുടെ ആകൃതി എങ്ങനെയാണെന്ന് നോക്കണം. ഇപ്പോ മാങ്ങ എന്തിനാണ് നമ്മൾ ഉദാഹരണത്തിനായി എടുത്തത്? നമ്മുടെ നാട്ടിൽ മാങ്ങയാണ് കൂടുതൽ. ഇപ്പോ തോത്താപ്പൂരുടെ ഇലയും മൽഗോവയുടെ ഇലയും നമ്മൾ എടുത്തു വെച്ച് നോക്കിയാൽ കർഷകൻ ഇതിൽ ഏതാണെന്ന് വ്യക്തമായിട്ട് പറയും. പഴം പോലും നോക്കണ്ട, ഇല നോക്കി തന്നെ പറയാൻ പറ്റും. പിന്നെ ഇത് ഈ മാമ്പഴമാണ്, ഇത് തോത്താപ്പൂരി, ഇത് മൽഗോവ എന്ന് പറയും. മെക്കഡോമിയ ഇല നോക്കി തന്നെ നമുക്ക് പറയാൻ സാധിക്കും. സാർ അവിടേക്ക് വരികയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇല നോക്കുമ്പോൾ, ഇലയുടെ ആകൃതി കാണുമ്പോൾ, പിന്നെ അതിന്റെ അകലം, പിന്നെ അതിന്റെ ശിഖരങ്ങൾ. ചില വെറൈറ്റീസ് എങ്ങനെയാണെന്നോ, മരം പോലെ അകലത്തിൽ വളരും. ചില നോക്കിക്കഴിഞ്ഞാൽ നേരെ വളരും. അതുകൊണ്ട് നമ്മൾ രണ്ടും ഗ്രൂമിംഗ് ചെയ്യണം. ഇത് ചെയ്തേ പറ്റൂ. മെക്കഡമിക്ക് ഗ്രൂമിംഗ് വളരെ അത്യാവശ്യ ഘടകമാണ്. ചെറുതായിരിക്കുമ്പോൾ കത്തി കൊണ്ട് ചെയ്യാം, വലുതായി കഴിഞ്ഞാൽ പിന്നെ വാൾ ഉപയോഗിച്ച് ചെയ്യണം. കാരണം മരം വളർന്നു കഴിഞ്ഞാൽ പിന്നെ വാൾ ഉപയോഗിച്ച് ചെയ്യാൻ പറ്റൂ. ഇലയുടെ ഘടന വെച്ച് പെട്ടെന്ന് കണ്ടെത്താം. 3 വെറൈറ്റിയും മനസ്സിലാവും അല്ലേ? 13 വെറൈറ്റിയും കണ്ടുപിടിക്കാം. 13 വെറൈറ്റിയും ഇല അതെ, വെച്ച് ഇല വെച്ച് മനസ്സിലാക്കാം. ഇലയുടെ നീളം, അതിന്റെ ഘടന, ഇതെല്ലാം വെച്ച് മനസ്സിലാക്കാം. പിന്നെ ഇലയുടെ സൈഡിൽ മുള്ളുണ്ടല്ലോ, അത് നിങ്ങൾ നോക്കണം. കമ്പിൽ നോക്കിയാലും അറിയാം. നല്ല കർഷകന് തീർച്ചയായും ഇല നോക്കിയാൽ തന്നെ മനസ്സിലാവും. അല്ല, ഞാൻ അപ്പൊ തന്നെ ഒരു കാര്യം ചോദിക്കണമെന്ന് വിചാരിച്ചാണ്. നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലേ ഈ പൂവിൽ പോലും ഐഡന്റിഫൈ ചെയ്യാം. പിന്നെ വിത്തുകളുടെ കാര്യത്തില് ചില പൂ ചെറുതായിട്ട് വരും, ചില പൂക്കൾ വലുതായിട്ട് വരും. അതെന്താ സാർ അങ്ങനെ? പൂവിൽ എന്താണ് കാര്യമുള്ളത്? സാർ പൂ ഉപയോഗിച്ച് ഒരിക്കലും കർഷകന് കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ലെന്നാൽ കർഷകന്റെ കാഴ്ച ഇലയിലായിരിക്കണം. പൂ ഉപയോഗിച്ച് വാങ്ങിയാലും 4-5 വർഷം പ്രോഫിറ്റ് തരും. പിന്നെ മനസ്സിലാവും പറ്റിക്കപ്പെടുമെന്ന്. അതായത് പൂവിനെ നോക്കി നമ്മൾ വാങ്ങുകയാണെങ്കിൽ, ഞാൻ കുറെ വെറൈറ്റീസ് പറഞ്ഞില്ലേ, പൂക്കൾ എത്രയുണ്ടോ അത്രയും കാ കിട്ടും. എങ്ങനെയെന്നാൽ ഒരു മരത്തിൽ നിന്നും 6-7 കിലോ കിട്ടും, ഒരു മരത്തിൽ നിന്നും 30 കിലോ കിട്ടും. അപ്പോൾ ഒരു വ്യവസായിക്ക് പൂ നോക്കി തന്നെ മനസ്സിലാക്കാൻ കഴിയും. പൂവ് നോക്കിയിട്ട് ചെറുത് വലുതെന്ന് പറഞ്ഞിട്ട്? അതെ സാർ. അത് എങ്ങനെ മനസ്സിലാക്കുന്നു എന്ന് വെച്ചാൽ, ആ പൂവിന്റെ നീളം വെച്ച്. ചില മരങ്ങളിൽ നല്ല വലുപ്പം ഉണ്ടാവും. അത് എങ്ങനെയാണെന്നാൽ 1 അടിക്ക് മുകളിലുണ്ടാവും. ഏകദേശം 1 അടിക്ക് മുകളിലെങ്കിലും തീർച്ചയായും ഉണ്ടാവും. അതെ സാർ, തീർച്ചയായും ഒരു ഉണ്ടാവും. പൂവിൽ എത്ര കായ് വരും സാർ? അത് പിന്നെ മുന്തിരി പോലെ വളരും സാർ. മുന്തിരി പോലെ വളരും അല്ലേ? നിങ്ങൾ ചെടിയിൽ നിന്നും തണ്ട് പൊട്ടിക്കുമ്പോൾ അതിൽ നിന്നും ഒരുപാട് മുന്തിരിക്കൊലകൾ ഉണ്ടാവില്ലേ? മുന്തിരി മെക്കഡോമിയയും നോക്കിയാൽ അതിന്റെ അഗ്രഭാഗത്താണ് വളരുന്നത്. പിന്നെ മറ്റൊരു വെറൈറ്റി എന്തോ ചെറുതായിട്ട് വരുന്നു പറഞ്ഞില്ല, അതെന്താണ് സാറേ ആ വെറൈറ്റി വളരെ ചെറുതാണ്. ചെറുതാണല്ലേ? നിങ്ങൾ അത് നോക്കുകയാണെങ്കിൽ വലിയ പ്രോഫിറ്റ് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ. പക്ഷെ ഞാൻ വിചാരിച്ചത് എന്തോ, ഡിഫറെന്റ് ആയിരിക്കും അല്ലേ? അതെ സാർ, തീർച്ചയായും. തീർച്ചയായും ഞാൻ സാറ് വരികയാണെങ്കിൽ കാണിച്ചു തരാം ഇപ്പൊ തന്നെ. ഒരു കായിൽ നിന്നും 40 മുതൽ 50 ഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ 2 വെറൈറ്റി വരെ ഞാൻ നോക്കിയിരുന്നു. രണ്ടിന് വെയിറ്റ് വെച്ച് ഞാൻ നോക്കിയപ്പോൾ ഒരു വെറൈറ്റിക്ക് 135 മുതൽ 146 വരെ 1 കിലോയ്ക്ക് കിട്ടി. ഇത് ഒരു മരത്തിൻ്റെതാണ്. മറ്റേ നോക്കുകയാണെങ്കിൽ 360. അത് വെച്ച് നോക്കുമ്പോൾ ഇത് വലുതാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വെച്ചാൽ നമ്മളത് പറിച്ചെടുക്കുമ്പോൾ വെയിറ്റ് ഉണ്ടാവും. വെയിറ്റ് ഇല്ലെങ്കിൽ എന്താവും? പറഞ്ഞല്ലോ 1-40 അല്ലെങ്കിൽ 10 ഗ്രാം വരുമെന്ന് പറഞ്ഞില്ലേ? എന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് 2 തരം വിത്തുകളുണ്ട്. രണ്ടും ഞാൻ നിങ്ങൾക്ക് വെയിറ്റ് എടുത്ത് കാണിക്കാം. 2 വെയിറ്റ് നിങ്ങൾ തന്നെ നോക്കിക്കോ. ഇത് നമുക്ക് ഇതാണ് ഈസി ആയിട്ടുള്ള വഴിയല്ലേ? അതെ സാർ, അതെ. 100% ഇതിൽ പരാജയപ്പെട്ടു പോകും. ഓക്കെ, ശരി, ഫൈൻ. നിങ്ങൾ സീഡ് ആദ്യം എവിടുന്ന സാർ കൊണ്ടുവന്നത്? ആദ്യ വിത്ത് ഞാൻ കൊണ്ടുവന്നത് നേപ്പാളിൽ നിന്നായിരുന്നു. നേപ്പാളിൽ നിന്നായിരുന്നല്ലേ? അപ്പോ അതിനുശേഷം സാർ നേപ്പാളിൽ നിന്നും എല്ലാ രാജ്യത്തേക്കും ഞാൻ പോയി. മെക്കഡോമിയക്ക് വേണ്ടിയല്ല, അപ്പോ വേറെ ഒരുപാട് ഐറ്റംസ് കളക്ട് ചെയ്യാൻ വേണ്ടിയായിരുന്നു. അതിനു വേണ്ടിയാ പോയത്.
അങ്ങോട്ട് ഞാൻ പോയ സമയത്ത് എന്നോട് ചോദിച്ചാൽ എനിക്കപ്പോ മെക്കഡമിയ വാങ്ങിക്കാൻ വലിയ താല്പര്യമൊന്നും വേറെ ഒരുപാട് കാര്യങ്ങൾ വേറെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. വണ്ടർഫുൾ സർ. ക്ലൈമറ്റ് നോക്കിയിട്ട് അതിന് ഏറ്റവും പോലെ വേറെ എന്തെങ്കിലും വെറൈറ്റീസ് വാങ്ങിച്ചോണ്ട് വരണോ? അതെ സർ, അതെ, തീർച്ചയായും ഞാൻ അങ്ങനെ ചെയ്യില്ല. അതായത് ഞാൻ ഇവിടെ ജനിച്ച് ഇവിടെ വളർന്നു. ഞാനിവിടെ വേറെ ആർക്കും ഇത് കൊടുത്തു നോക്കിയിട്ടില്ല സാർ. ഞാൻ കുറെ വ്യവസായികൾക്ക് കൊടുത്തു, അവർക്കൊന്നും ഒരു കംപ്ലൈന്റ് വന്നില്ല. കർഷകൻ ചെടിക്കെന്തെങ്കിലും വന്നാൽ ഉടനെ ഫോൺ ചെയ്യും, നിങ്ങൾ തന്ന തൈ ഉണ്ടല്ലോ അത് നശിച്ചു പോയെന്ന്. ഇതുവരെ ഞാൻ പുത്തൂര്, മലനാട് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉണ്ടല്ലോ കറാവലിയിൽ ഞാൻ കൊടുത്തു, ഇവിടെയും ചെയ്തിരിക്കുന്നു. ഒരിടത്തും ചെടി നശിച്ചു പോയെന്ന് പറഞ്ഞില്ല, ഒരാൾ പോലും ഇതുവരെ നശിച്ചു പോയെന്ന് പറഞ്ഞിട്ടില്ല. മക്കാഡാമിയ ഫാമിംഗ് കോഴ്സിലെ മക്കാഡാമിയ വിത്തുകളുടെ തരങ്ങളും അതുപോലെ തന്നെ ശരിയായ തിരഞ്ഞെടുപ്പും എങ്ങനെയെന്നാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ കണ്ടത്. ഈ ചാപ്റ്റർ ഏറെ ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നിങ്ങളും സ്വന്തമായി ഒരു മക്കാഡാമിയ തൈ നട്ട് സ്വന്തമായി ഫാമിംഗ് ആരംഭിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഫ്രീഡം ആപ്പിൽ നിന്ന് കോഴ്സ് മുഴുവനായി കാണൂ. അതുപോലെ തന്നെ ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ഫ്രീഡം മലയാളം മണി ചാനലും സബ്സ്ക്രൈബ് ചെയ്യൂ.